മഹാനായ നബി തങ്ങൾ ചോദിക്കുന്നു, യാ ജിബ്രീൽ, ജിബ്രീലേ സ്വിഫിലി ജഹന്നമ, നരകത്തെ കുറിഞ്ഞൊന്ന് പറഞ്ഞു തരാമോ? നരകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? മഹാനായ സയ്യിദുനാ ജിബ്രീൽ പറയുന്നു, നഅം ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖ ജഹന്നമ, അല്ലാഹു ജഹന്നം എന്ന നരകത്തെ പടച്ചപ്പോൾ ഔഖദ അലൈഹാ അൽഫസന, 1000 കൊല്ലം കത്തിച്ചു നബിയെ. ഫഹ്മറത്ത് ചുവന്നുപോയി നബിയെ. സുമ്മ ഔഖദ അലൈഹാ അൽഫസന, പിന്നെ 1000 കൊല്ലം കത്തിച്ചു, അങ്ങനെ അത് വെളുത്തുപോയി നബിയെ. പിന്നെ 1000 കൊല്ലം കത്തിച്ചു, അപ്പോൾ അത് കറുത്തുപോയി നബിയെ. ഫഹിയ സൗദാഉം മുദ്ലിമ, ഇപ്പോൾ അത് കറുത്തിരുണ്ട് കിടക്കുകയാണ്. ലാ യന്തഫിഉ ലഹ്ബുഹാ വലാ ജമറുഹാ, അതിൻ്റെ കണലോ അതിൻ്റെ ആളലോ കെട്ടുപോകുന്നില്ല നബിയേ. വല്ലദീ ബഅസക ബിൽ ഹഖ്, പടച്ച റബ്ബാണ് സത്യം. ലൗ അന്ന ഖറമ ഇബ്റത്തിൻ ഫുതിഹ മിൻഹാ ലഹ്തറഖ അഹ്ലുദ് ദുനിയാ അൻ ആഖിരിഹിം മിൻ ഹർരിഹാ. ഒരു സൂചിയുടെ ദ്വാരത്തിൻ്റെ കതിറങ്ങാനും നരകമൊന്ന് തുറന്നു വിട്ടാൽ, ദുനിയാവിലേക്കൊന്ന് തുറന്നു വച്ചാൽ, ലഹ്തറഖ അഹ്ലുദ് ദുനിയാ, ദുനിയാവിലുള്ള സർവ വസ്തുക്കളും സർവ മനുഷ്യരും ദുനിയാവിൻ്റെ അഖിലുകാർ ഒന്നടങ്കം കരിഞ്ഞു പോകും നബിയേ. വല്ലദീ ബഅസക ബിൽ ഹഖ്, പടച്ച റബ്ബാണ് സത്യം. ലൗ അന്ന തൗബം മിൻ അത്വാബി അഹ്ലിന്നാർ, നരകാവകാശികൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രമെങ്ങാനും ഉല്ലിഖ ബൈന സമാഇ വൽ അർളി, ആകാശഭൂമിയുടെ ഇടയിൽ അതൊന്ന് തൂക്കിയിട്ടാൽ, അതൊന്ന് ബന്ധിപ്പിച്ചാൽ, ലമാത ജമീഉ അഹ്ലിൽ അർളി മിൻ നത്നിഹാ വഹർരിഹാ, അതിൻ്റെ കഠിനമേറിയ ചൂടേറ്റിട്ട് അതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ എല്ലാവരും മരിച്ചു പോകും നബിയേ. വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, അങ്ങേ നബിയായി അയച്ച യജമാനനായ റബ്ബ് തന്നെയാണ് സത്യം നബിയേ. ലൗ അന്ന ദിറാഅൻ മിനസ് സിൽസിലത്തി അല്ലദീ ദകറഹ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നരകത്തിൽ മനുഷ്യരെ കെട്ടുമെന്ന് പറഞ്ഞ ചെങ്ങല, ആ ചെങ്ങലയിലെ ഒരു മുഴം ചെങ്ങലയെങ്ങാനും ഉളിയ അലാ ജബലിൻ, ഒരു പർവ്വതത്തിലെങ്ങാനും വെച്ച് പോയാൽ ലദാബാ, ആ പർവ്വതം ഉരുകി ഒലിച്ചു പോകും നബിയേ. ഹത്താ യബ്ലുഗൽ അർളു സാബിഅ, ഹത്താ യബ്ലുഗൽ അർള സാബിഅ, 7ാം ഭൂമിയുടെ ആഴിയിലേക്ക്, അടിത്തട്ടിലേക്ക് ആ പർവ്വതം ഉരുകി ഒലിച്ചു പോകും നബിയേ. വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, ഓ നബിയേ, അങ്ങേ നബിയായി അയച്ച അല്ലാഹു തന്നെയാണ് സത്യം നബിയേ. ലൗ അന്ന റജുലൻ ബിൽ മഗ്രിബി യുഅദ്ദബു, അങ്ങകല മഗ്രിബിൽ പടിഞ്ഞാറ് ഭാഗത്ത് മഗ്രിബിൽ ആദാ ഒരു മനുഷ്യനെ നരക ശിക്ഷ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടാൽ, ലഹ്തറഖല്ലദീ ബിൽ മശ്രിഖി മിൻ ശിദ്ദത്തി അദാബിഹാ, കാഠിന്യമേറിയ ആ ശിക്ഷയുടെ കടുപ്പം മശ്രിക്കിലേക്ക് വരെ എത്തിയിട്ട് മശ്രിക്കിലുള്ള ആള് പോലും കരിഞ്ഞു പോകും നബിയേ. അർഹാ ശദീദ്, അതിൻ്റെ ചൂട് കാഠിന്യമേറിയതാണ്. വഖഅറുഹാ ബഈദ്, ആ നരകത്തിൻ്റെ ആഴം എത്രയോ വിദൂര
വിദൂരമായതാണ്. വഹുലിയുഹാ ഹദീദ്, അതിൽ ധരിപ്പിക്കുന്ന ആഭരണം അതേ പഠിപ്പിച്ച ഇരുമ്പാണ്. വശറാബുഹൽ ഹമീം, അതിൽ കുടിക്കാൻ തരുന്ന പാനീയം ചുട്ടുപൊള്ളുന്ന തിളച്ചു മറിയുന്ന ഒരു തരം ദ്രാവകമാണ്. വസദീദ്, ചീഞ്ചലമാണ്. വസിയാബുഹാ മുഖത്തഅത്തുൻ നീറാൻ, ധരിക്കാൻ തരുന്ന വസ്ത്രം തീയിൻ്റെ കഷ്ണങ്ങളാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ലഹാ സബ്അതു അബ്വാബ്, അതിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂമും മിനർ റിജാലി വന്നിസാ, ഓരോ കവാടം ഓരോ അറയിലേക്കാണ്. അങ്ങനെ 7 അറയിലും പ്രവേശിക്കുന്നത് ധാരാളം പുരുഷന്മാരും സ്ത്രീകളുമാണ്. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും പറഞ്ഞപ്പോൾ തിരുനബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ അഹിയക അബ്വാബിനാ ഹാദിഹി, ദുനിയാവിലുള്ള വാതിലുകളെ പോലത്തെ വാതിലാണോ? ഫഖാല, ജിബ്രീലിന്റെ മറുപടി, ലാ, അല്ല അല്ല, വലകിന്നഹാ മഫ്തൂഹ, അത് എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ബഅ്ദുഹാ അസ്ഫലു മിൻ ബഅദ്, ചിലത് ചിലതിന്റെ നേരെ താഴെയാണ്. ഒരു വാതിൽ മുതൽ അടുത്ത വാതിൽ വരെ 70 കൊല്ലം നടക്കാനുള്ള വഴി ദൂരമാണ്. അപ്പോൾ ഒരു അറയുടെ ഉയരം, അതിൻ്റെ വിശാലത എത്രയോ വിശാലമായതാണ്. ആ അറയിൽ നിന്ന് മറ്റേ അറയിലേക്കെത്താൻ 70 കൊല്ലത്തെ ദൂരമുണ്ട് പോൽ. അതേ, അങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി 7 അറകളോടെ തട്ടുകളോടെ പടച്ച റബ്ബ് സൃഷ്ടിച്ചു വെച്ച ഭവനമാണ്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, യുസാഖു അഅദാഉല്ലാഹി ഇലൈഹാ, യുസാഖു അഅദാഉല്ലാഹി ഇലൈഹാ. സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ ഇമാം അബുൽ ലൈസ് സമർഖന്ദി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ് ഞാൻ ഈ പറയുന്നതൊക്കെയും. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കുക. അതേ, യുസാഖു അഅദാഉല്ലാഹ്, അല്ലാഹുവിനെ തെറ്റ് ചെയ്ത പടച്ചവന്റെ എതിരാളികളായ ദോഷികളായ ആളുകളെ, വിശ്വാസമില്ലാത്തവരായ ആളുകളെ, അല്ലാഹുവിന്റെ എതിരാളികളെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഫൈദന്തഹു ഇലാ ബാബിഹാ, തെളിച്ചു കൊണ്ട് ചെന്ന് അവരാ നരകത്തിന്റെ വക്കിലെത്തിയാൽ, കവാടത്തിനരികിലെത്തിയാൽ, ഇസ്തഖ്ബലതുഹുമുസ് സബാനിയതു ബിൽ അഗ്ലാലി വസ്സലാസിലി, ചെങ്ങലകളും അതേ ചെങ്ങലകളായിക്കൊണ്ട് മലായിക്കത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ സബാനിയത്തിന്റെ മലായിക്കത്ത് മുന്നോട്ട് വരുന്നു. എന്തേ നമ്മളെ കയ്യാമം വെക്കണം, കാല് കെട്ടണം. നരകത്തിൽ കിടക്കുന്ന മനുഷ്യനെ കയ്യാമം വെക്കാനും ചെങ്ങല കൊണ്ട് ബന്ധിപ്പിക്കാനും അവർ തയ്യാറായി വരുന്നു. അങ്ങനെയതാ ചെങ്ങല പ്രവേശിപ്പിക്കപ്പെടുന്നു. മനുഷ്യന്റെ വായിലൂടെ പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് ആ ചെങ്ങല പിന്ദ്വാരത്തിലൂടെ പുറത്തേക്കെടുക്കുന്നു. വായിലൂടെ പ്രവേശിപ്പിക്കപ്പെട്ട ചെങ്ങല പിന്ദ്വാരത്തിലൂടെ പുറത്തേക്കെടുക്കുന്നു. ഇടത്തെ കൈ പിടിച്ച് ബന്ധിപ്പിക്കപ്പെടുന്നു. ഇലാഉനുഖി, മനുഷ്യന്റെ പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെടുന്നു. വലത്തെ കൈ പ്രവേശിപ്പിക്കപ്പെടുന്നു. മനുഷ്യന്റെ നെഞ്ചിലൂടെ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാഗത്തിലൂടെ വലത്തെ കൈ പുറത്തേക്ക് പിൻഭാഗത്തേക്ക് വലിക്കുന്നു. ഇടത്തെ കൈ, സഹോദരിമാരെ, നമ്മുടേതായ മനുഷ്യന്റെ ചങ്കിലേക്ക്, കഴുത്തിലേക്ക് പിടിച്ച് ബന്ധിപ്പിക്കുന്നു. എന്നിട്ടോ ഈ വലത്തെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് രണ്ട് ചുമലിന്റെ കൈച്ചട്ടയുടെ ഇടയിലൂടെ ആ കൈ വലിച്ചൂരിയെടുക്കുന്നു.
വതുശദ്ദു ബിസ്സലാസിലി, ചങ്ങല കൊണ്ട് കെട്ടുകയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇന്നാ ഖദ് അദ്നബ്നാ ദംബൻ അളീമാ അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബികസറതി ദുനൂബിനാ ലാ തജ്അൽനാ മിൻ അഹ്ലിൻ നാരി യാ അർഹമർ റഹീമീൻ. ഓ എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, എന്താണ് ഈ അദാബ് സഹിക്കാൻ നമുക്ക് കഴിയുമോ? പടച്ച റബ്ബിന്റെ കൃപ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുകയല്ലാതെ മറ്റൊരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ആലോചിക്കേണ്ടതല്ലേ ഉമ്മമാരെ? പാതിരാ സമയത്തിരുന്ന് ആലോചിക്കേണ്ടതല്ലേ? വന്നുപോയ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതല്ലേ? പടച്ച റബ്ബ് ഇങ്ങനെയാണോ വിധിക്കപ്പെട്ടതെങ്കിൽ എന്താണ് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം? അതുകൊണ്ട് നമ്മളൊന്ന് നന്നാവാൻ തീരുമാനിക്കുക. നമ്മളൊന്ന് നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കുക. എല്ലാ തെറ്റുകളിൽ നിന്നും ഒന്ന് തൗബ ചെയ്ത് നന്നാവാൻ ശ്രമിക്കുക. അത് നാളത്തേക്ക് കാത്തുവെക്കണ്ട, ഇപ്പോൾ തന്നെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല സദസ്സ്, സൗബയുടെ സദസ്സ് മഹാനായ തങ്ങൾ തന്നെ ഇവിടെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇന്ന് തന്നെ തൗബ ചെയ്യട്ടെ, തങ്ങളുടെ സദസ്സാകുമ്പോഴേക്ക് നന്നാവാൻ കഴിയട്ടെ. എന്നിട്ട് ലക്ഷക്കണക്കിന് സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും ആലിമീങ്ങളും സാദാത്തുക്കളും സംബന്ധിക്കുന്ന സദസ്സിൽ നിന്ന് പടച്ചോനോട് കൂടുതൽ കരഞ്ഞു പറയാൻ അവസരമുണ്ടാക്കട്ടെ. ഈ സംഭവം നിൽക്കുന്നില്ല. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു. മഹാനായ സയ്യിദുനാ ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, 7 അറയുടെയും അവസ്ഥ. ആ അറയിലേക്ക് വയുസ്ഹബു അലാ വജ്ഹിഹി, മനുഷ്യന്റെ മുഖം വലിച്ചു കൊണ്ടു ചെല്ലുകയാണ്. അതദ്രിബുൽ മലായികതു ബിമഖാമിയ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ടുകൊണ്ട് മലായികത്ത് അടിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കും. കുല്ലമാ അറാദൂ അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ. ഖുർആൻ ഹജ്ജ് സൂറത്തിലൂടെ പഠിപ്പിച്ചില്ലേ? രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ മടക്കുകയാണ് അവരെ. നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, മൻ സുക്കാനു ഹാദിഹിൽ അബ്വാബ്, ആരാണ് ജിബ്രീലേ ഈ അറകളിൽ താമസിക്കുന്നവരാരാ? 7-ാം തട്ടിൽ കിടക്കുന്നവരെ കുറിച്ചങ്ങ് പറയാതിരിക്കുന്നതെന്താ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, 1-ാമത്തെ തട്ടില്, താഴേ തട്ടില് മുനാഫിഖീങ്ങളാണ് നബിയേ. അതെ, അതിൻ്റെ പേര് അതുപോലെ ആലി ഫിർഔൻ, ഫറോവയുടെ കുടുംബക്കാരുമാണ്. വസ്മുഹാ അൽ ഹാവിയ, അതിൻ്റെ പേര് ഹാവിയ എന്നാണ്. ആ തട്ടിൻ്റെ പേര് അൽ ഖാരിയത്തും അൽ ഖാരിയ ഓതിയിട്ടില്ലേ നിങ്ങൾ? അതേ, വമാ ദറാക മാ ഹിയ. എന്നിട്ട് അൽ ഖാരിയത്തും അൽ ഖാരിയ, വമാ ദറാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്തൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ് فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية فأمه هاوية. ഹാവിയ എന്നത് നരകത്തിൻ്റെ പേരാണ്. ആ നരകത്തിൽ മുനാഫിഖീങ്ങൾ കിടക്കുന്നു, ആല് ഫിർഔനും കിടക്കുന്നു. 2-ാമത്തതിൻ്റെ പേര് ജഹീമാൻ, മുശ്രിക്കീങ്ങളെ സങ്കേതമാണ്. 3-ാമത്തതോ സഹോദരന്മാരെ, ഞാൻ ഒന്നായിട്ട് വിശദീകരിക്കുന്നില്ല. 3-ാമത്തത് സഖറാണ്. 4-ാമത്തത് ലവ എന്ന പേരിൽ അറിയപ്പെടുന്ന നരകമാണ്. 5-ാമത്തത് ഹുതമ എന്നാണ്. 6-ാമത്തത് സഈർ എന്നാണ്. 7-ാമത്തതോ ആരാണ് ആ 7-ാം തട്ടിൽ കിടക്കുന്നത്?
സുബ്ഹാനല്ലാഹുൽ കബായിരി മിൻ ഉമ്മത്തിക അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക. നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷം ചെയ്ത ആളുകളാണ് അല്ലദീന മാതൂ, അവർ മരിച്ചു, വലം യതൂബു, തൗബ ചെയ്തില്ല. അങ്ങയുടെ സമൂഹത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ടവരാണ്. 7-ാം തട്ടിനെ കുറിച്ച് വിശദീകരിക്കാതെ ജിബ്രീൽ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. 6 തട്ടും പറഞ്ഞ് ജിബ്രീൽ മിണ്ടുന്നില്ല. മുത്തുനബി ചോദിച്ചു, എന്താ ജിബ്രീൽ അങ്ങ് മിണ്ടാതിരിക്കുന്നത്? ഖാല നബിയ്യു അലാ തുഖ്ബിർനി മിൻ സുക്കാനിൽ ബാബി സാബ്. 7-ാം തട്ടിൽ കിടക്കുന്നവരെ കുറിച്ച് അങ്ങ് പറയാതിരിക്കുന്നത് എന്താ? മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, നബിയേ, ഞാനത് പറയേണ്ടതുണ്ടോ? പറഞ്ഞു തരൂ ജിബ്രീൽ. ജിബ്രീൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷം ചെയ്തവരാൻ, പൊറുപ്പിക്കാതെ മരിച്ചു പോയവരാൻ. തിരുനബി തങ്ങൾ ഇത് കേട്ടപ്പോൾ ഫഖറൻ നബിയ്യു മഗ്ശിയൻ അലൈഹി, അബോധാവസ്ഥയിൽ വീണുപോയി. ഫവദഅ ജിബ്രീലു റഅസഹു അലാ ഹിജ്രിഹി, മുത്തുനബിയുടെ മടിയിൽ, ജിബ്രീലിന്റെ മടിയിൽ തിരുനബി തങ്ങളുടെ തലയെടുത്ത് വെച്ചു പോയി. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ, യാ ജിബ്രീൽ, മഹാനായ നബി തങ്ങൾ പറയുന്നു, ജിബ്രീലേ, അദുമത്ത് മുസീബത്തി വസ്തദ്ദ ഹുസ്നി, എൻ്റെ ഉമ്മത്ത് നരകത്തിൽ കിടക്കുമോ? വല്ലാത്തൊരു കഷ്ടത തന്നെ. നഅം അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട അഹ്ലുൽ കബായിറാണ് നബിയേ. 7-ാം തട്ടിൽ കിടക്കുക. തുമ്മ ബകാ റസൂലുള്ളാഹ്, പിന്നെ മുത്തുനബി കരഞ്ഞുപോയി. സയ്യിദുനാ ജിബ്രീൽ കരഞ്ഞുപോയി. തിരുനബി തങ്ങളതാ തൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. ജനങ്ങളോട് ബന്ധമില്ല, നിസ്കാരത്തിനല്ലാതെ പുറത്ത് വരുന്നില്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് തന്നെ കിടക്കും, ഒരാളോടും മിണ്ടുന്നില്ല. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ കരയാൻ തുടങ്ങും. മുത്തുനബി താഴ്മയോടെ പ്രാർത്ഥിച്ചിരിക്കും. പലമ്മാക്കാനൽ യൗമുത്താലിത്ത്, 3-ാമത്തെ ദിവസമായപ്പോ, ഇങ്ങനെ 3 ദിവസം തുടർന്നപ്പോ, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, മുത്തുനബിയുടെ ഏറ്റവും വലിയ ഇഷ്ടതോഴനായ അബൂബക്കറിന് സിദ്ദീഖ് ചെന്നിട്ട് മുത്തുനബിയുടെ വാതിൽക്കൽ ചെന്നിട്ട് പറഞ്ഞു, സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിർ റഹ്മ, ഓ നബിയേ, റഹ്മത്തിന്റെ വീട്ടുകാരെ, നിങ്ങൾക്ക് സലാം. ഹൽ ഇലാ റസൂലില്ലാഹി മിൻ സബീൽ, നബി ഒന്ന് കാണേണ്ടിയിരുന്നു, അതിൽ തുറന്നു തരുമോ? ഫലം യുജിബുഹു അഹദുൻ, മറുപടി കിട്ടിയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തിരിച്ചു പോന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ചെല്ലുന്നു, മറുപടി കിട്ടുന്നില്ല. മഹാനായ സൽമാനുൽ ഫാരിസി ചെല്ലുന്നു, കിട്ടുന്നില്ല, വാതിൽ തുറക്കുന്നില്ല. തിരുനബി തങ്ങൾ കരഞ്ഞിരിക്കുക തന്നെ. സൽമാനുൽ ഫാരിസി നേരെ ബിബി ഫാത്തിമയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഇനി ഫാത്തിമ ചെന്ന് വാതിൽ മുട്ടിയാലല്ലാതെ വാതിൽ തുറക്കൂല. സൽമാനുൽ ഫാരിസി തുറക്കാനുള്ള സൂത്രം ആരായുന്നു. ബീബി ഫാത്തിമയുടെ അരികിൽ ചെന്നിട്ട് വിഷയങ്ങളൊക്കെ പറയുന്നു. ബീബി ഫാത്തിമ അതാ വരുന്നു. വന്നിട്ട് നബി തങ്ങളെ വാതിൽക്കൽ നിന്നിട്ട് മുട്ടി വിളിക്കുന്നു, സലാം പറയുന്നു. അന ഫാത്തിമത്തു യാ റസൂലല്ലാഹ്, ഞാൻ ഫാത്തിമയാണ് നബിയേ. റസൂലുള്ളാഹി സാജിദുൻ, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലാണ്, യബ്കി, കരയുകയാണ്. പെട്ടെന്ന് തല ഉയർത്തിയ മുത്തുനബി തങ്ങൾ അവിടെന്ന് പറയുന്നു, മബാലു ഖുറത്തു ഐനി ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ, ഫാത്തിമയെ തടയപ്പെടല്ല, കതക് തുറന്നു കൊടുക്ക്. ബീവി ഫാത്തിമ വീടിൻ്റെ അകത്തേക്ക് കടന്നു നോക്കുമ്പോ റഅത്ത് മിൻ ഹലിഹി
ബഖത്ത് ബുകാഅൻ ശദീദൻ ലിമാ റഅത് മിൻ ഹാലിഹി. മുത്തുനബിയുടെ അവസ്ഥ കണ്ടപ്പോ ബീവി ഫാത്തിമ കരഞ്ഞു പോയി. മുസ്ഫറം മുതഗയ്യിറാ, മുത്തുനബിയാകെ പകർച്ചയായിട്ടുണ്ട്, ഒരു മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട്, കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, തിരുനബിയേ എന്താണുപ്പാ, മല്ലദീ നസല അലൈക, അങ്ങ് ഈ ഒരവസ്ഥയിലെത്താനുള്ള കാരണം എന്താണ്? ഖാല യാ ഫാത്തിമ, ഫാത്തിമ ജാഅനി ജിബ്രീൽ, എൻ്റെ അരികിൽ ജിബ്രീൽ വന്നു മോളെ, എനിക്ക് നരകത്തിൻ്റെ തട്ടുകളെ കുറിച്ച് പരിചയപ്പെടുത്തി മോളെ. മേലെ തട്ടില് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ദോഷികളാണെന്ന് പറഞ്ഞു മോളെ. അതുകൊണ്ട് തന്നെ അത് ചിന്തിച്ച് കരഞ്ഞതാണ്. കാലത്ത് ബീബി ഫാത്തിമ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യദ്ഖുലൂനഹാ, എങ്ങനെയാണ് അവർ ആ നരകത്തിൽ കടക്കുന്ന രൂപം? ഖാല ബലാ, കടക്കുന്നത് ഞാൻ പറഞ്ഞു തരാ. തസൂഖുഹുൽ മലായിക, മലായികത്ത് അവരെ തെളിച്ചുകൊണ്ട് ചെല്ലുന്നു. ഇലന്നാ, നരകത്തിലേക്ക് ചെല്ലുന്നു, കൊണ്ടു ചെല്ലുന്നു. വലാ തസ്വദു വുജൂഹുഹും, അവരെ മുഖം കറുത്തിട്ടില്ല. ആരുടേതാണിത്? നിസ്കരിക്കുന്നവരാണോ? മുഖം കറുത്തിട്ടില്ല. വലാ തുസ്റഖു അയ്യുനുഹും, അവരെ കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കപ്പെട്ടിട്ടില്ല. വലാ യുഖ്തമു അലാ അഫ്വാഹിം, അവരെ വായ അടച്ചു പൂട്ടപ്പെട്ടിട്ടില്ല. എന്തേ? ഖുർആൻ ഓതിയ വായായിരുന്നു, നോമ്പനുഷ്ഠിച്ചിരുന്നു. വലാ യുഖ്റനൂന മഅശ്ശയാത്തീൻ, ശൈത്താന്മാരോട് കൂടെ അവരെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടില്ല. വലാ യുദഉ അലൈഹിമുസ് സലാസിലു വൽ അഗ്ലാൽ, ചെങ്ങലക്ക് വെക്കാതെയാണ് കൊണ്ടു ചെല്ലുന്നത്. ആരെയാണ് ഈ പറയുന്നത്? ഉമ്മത്ത് മുഹമ്മദ്. കാലത്ത് തിരുനബി തങ്ങളോട് ഫാത്തിമ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് മലായികത്ത് അവരെ തെളിച്ചു കൊണ്ടുപോകുന്നത്? അമ്മർ റിജാലു ഫബില്ലഹിയ, പാടി പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അമ്മൻ നിസാഉ ഫബിദ്ദബായിബ്, മൂർത്താവിലെ മുടി പിടിച്ച് വലിച്ചാണ് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നത്. പുരുഷന്മാരെ താടി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരെ കൊണ്ടുചെന്ന് നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുമ്പോ ആ മാലിക് അലൈഹിസ്സലാം അവരെ കാണുകയാണ്. മാലിക് അവരിലേക്ക് നോക്കുമ്പോ ഖാല ലിൽ മലായികത്തി, കൊണ്ടു ചെല്ലുന്ന മലായികത്തിനോട് മാലിക് ചോദിക്കുന്നു, മൻ ഹൗലായി, ആരാണ് ഇക്കൂട്ടക്കാർ? ഇവരൊരു പ്രത്യേക വിഭാഗക്കാരാണല്ലോ. ചോദ്യത്തിന് മലായികത്ത് മറുപടി പറയുന്നു, ഞങ്ങളോട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞതാണ്. ഫയഖൂലു ലഹും മാലിക്കുൻ, അപ്പം മാലിക് ഈ ചെന്ന ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ആളുകളോട് ചോദിക്കും, യാ മഅ്ശറൽ അസ്ഖിയാ, മന്നന്തും, നിങ്ങളാരാ? സുബ്ഹാന ജല്ല ജലാലു. അപ്പോഴെല്ലാം ഇവർ വിളിച്ചു പറയുകയാണ്, വാ മുഹമ്മദാ, ഞങ്ങളെ നേതാവ് മുഹമ്മദ് നബിയെ രക്ഷപ്പെടുത്തി കൂടെ, ഒന്ന് സഹായിക്കണേ. ഫലമ്മാ റഅൂ മാലിക, അങ്ങനെ മാലിക്കിന്റെ ഭീകര രൂപം കാണുമ്പോ നസൗ ഇസ്മ മുഹമ്മദിൻ, പേടിച്ചലങ്കരിഞ്ഞിട്ട് ഇവർ മുത്തുനബിയുടെ പേര് പറയാൻ മറന്നു പോവുകയാണ്. അപ്പോൾ ഈ മാലിക് അവരോട് ചോദിക്കുമ്പോൾ, മന്നന്തും, നിങ്ങളാരാ? ഫയഖൂലൂൻ, പറയുമ്പോൾ, നഹ്നു മിമ്മൻ ഉൻസില അലൈനൽ ഖുർആൻ, ഞങ്ങൾക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. വനഹ്നു മിമ്മൻ യസൂമു റമദാൻ, റമദാനിൽ നോമ്പനുഷ്ഠിച്ചവരിൽ പെട്ടവരാണ് ഞങ്ങൾ. ഫയഖൂലു മാലിക്, മാലിക് ചോദിക്കുന്നു, ഖുർആൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനല്ലേ ഇറക്കപ്പെട്ടത്? അതങ്ങോട്ട് ചോദിക്കുമ്പോൾ നബി തങ്ങളെ പേര് മാലിക്
മാലിക് അങ്ങോട്ട് പറയുമ്പോ സഹൂ ഇവരട്ടഹസിക്കാൻ തുടങ്ങി. വഖാലു നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഫയഖൂലു ലഹും മാലിക്, മാലിക് ചോദിക്കുന്നു അമാ കാന ലക്കും ഫിൽ ഖുർആനി സാജിറൻ, ഖുർആനിലൂടെ നിങ്ങൾക്ക് വാണിംഗ് വന്നില്ലേ? ദോഷം ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു അല്ലേ, ഖുർആൻ ഓതിയല്ലേ? പക്ഷേ അതൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ വൻകുറ്റങ്ങൾ മറുഭാഗത്ത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് ഖുർആൻ പറഞ്ഞിരുന്നില്ലേ? ജഹന്നമിന്റെ വക്കിലവരെ കൊണ്ടുപോയി നിർത്തി നരകം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സബാനിയത്തിന്റെ പേടിപ്പെടുത്തുന്ന രൂപം കാണുമ്പോ ഖാലൂ ഇവർ മാലിക്കിനോട് പറയുന്നു യാ മാലിക്, മാലിക്കേ ഇതല്ലനാ ഒരൽപ്പം സമ്മതം തരുമോ? ഞങ്ങളൊന്ന് കരഞ്ഞോട്ടെ. മാലിക് സമ്മതം കൊടുക്കുന്നു. എന്നിട്ടവർ കരയുന്നു, കണ്ണുനീര് കരയുന്നു, രക്തം കരയുന്നു. മാലിക് ഈ കരച്ചിൽ കണ്ടിട്ട് പറയുമ്പോഴോ മാ അഹ്സന ഹദൽ ബുക്കാ ലൗ കാന ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ചായിരുന്നെങ്കിൽ ഈ കരച്ചിലെന്തൊരു ഭംഗിയുള്ള കരച്ചിലായിരുന്നേനെ. ഇപ്പൊ കരഞ്ഞിട്ടെന്താ? അന്ന് നിങ്ങൾ കരഞ്ഞിരുന്നെങ്കിൽ മാ മസ്സതകും മുന്നാർ, ഇന്നേ ദിവസം നരകം നിങ്ങളെ പിടിക്കില്ലായിരുന്നു. സബാനിയത്തിന്റെ മലക്കുകളോട് മാലിക് പറയുന്നു അൽഖോഹും അൽഖോഹും ഫിന്നാർ, നരകത്തിലേക്ക് ഇടുക. അതാ പിടിച്ച് ഇടാൻ തയ്യാറാകുമ്പോ അവരൊന്നായിട്ട് വിളിച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയുമ്പോ അൻഹും, നരകം അവരെ തൊട്ട് ബേക്കോട്ട് പോകുന്നു. ഫയഖൂലു മാലിക് യാ നാർ, ഓ തീയേ ഖുദീഹിം, പിടിക്ക് പിടിക്ക്. ഫതഖൂലു കൈഫ ആഖുദുഹും, എങ്ങനെ പിടിക്കാനാ? വഹും യഖൂലൂന ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുന്നവരെ എങ്ങനെ പിടിക്കാനാ? മാലിക് നരകത്തോട് പറയുന്നു ഖുദീഹിം, പിടിക്കാനല്ലേ പറഞ്ഞത്? ഫതഖൂലു, വീണ്ടും നരകം പറയും കൈഫാഖുദുഹും, എങ്ങനെ പിടിക്കാനാ? വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫയഖൂലു മാലികുൻ നഅം ബിദാലിക അമറ റബ്ബുൽ അർശ്, അർശിന്റെ രക്ഷിതാവ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിടിക്കേ. ഫതൗഖുദുഹും, അതാ പിടിക്കുന്നു. ഫമിൻഹും മൻ തൗഖുദുഹു ഇലാ ഖദമൈഹി, ചെരിപ്പടിക്കാല് വരെ തീ പിടികൂടുന്നു ചിലരെ. ചിലരെ മുട്ടുംകാല് വരെ പിടികൂടുന്നു, ചിലരെ തൊണ്ട വരെ പിടികൂടുന്നു, വേറെ ചിലരെ ഊര വരെ പിടികൂടുന്നു, വേറെ ചിലരെ തൊണ്ട വരെ പിടികൂടുന്നു. മുഖത്തിലേക്ക് തീ ഇങ്ങോട്ട് ഉയരാൻ തുടങ്ങുമ്പോ കാലമാലിക്കുൻ, മാലിക് പറയുമ്പോഴോ തീയേ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിസ്കരിച്ചിരുന്നവരാണവർ. അതുകൊണ്ട് റബ്ബിന് സുജൂദ് ചെയ്ത മുഖമാ, ആ മുഖത്തിലെ പിടികൂടല്ല. അതുപോലെ അവരെ ഖൽബും കരിച്ചു കളയല്ല. വിശുദ്ധ റമദാൻ മാസത്തിൽ ദാഹം സഹിച്ചവരാ. അങ്ങനെ ഈ നരകാവകാശികള് അല്ലാഹു ഉദ്ദേശിച്ച സമയം നരകത്തിൽ കഴിയുന്നു. പിന്നീട് അവർ പറയുന്നത് യാ അർഹമർ റഹീമീൻ, യാ ഹന്നാനു യാ മന്നാൻ, യാ ഹന്നാനു യാ മന്നാൻ എന്ന് പറഞ്ഞ് കരയുകയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുമ്പോൾ, അല്ല ജിബ്രീലേ, മാ ഫഅലൽ അസൂന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൽപ്പെട്ട ദോഷം ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകളെ വിവരമെന്താ? നീ അവരെ നരകത്തിലേക്ക് മലായിക്കത്ത് കൊണ്ടുപോയതിന് ശേഷമുള്ള അവരുടെ വിവരമെന്താ? സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ പറയുന്നു, പടച്ചോനെ നിനക്കറിയാമല്ലോ. അല്ലാഹ് പറയുന്നു, ജിബ്രീലെ ഒന്ന് പോയി അവരെ വിവരം ശേഖരിക്ക്. ജിബ്രീൽ വരുന്നു, മാലിക് അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വരുന്നു.
മാലിക്കിന്റെ പ്രൗഢി എത്രേ! തീയിൻ്റെ ഒരു മിമ്പറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പോൽ നരകത്തിൻ്റെ മധ്യത്തിൽ. അങ്ങനെ മാലിക് ജിബ്രീലിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, എന്താ അങ്ങ് ഈ സ്ഥലത്ത് വന്നത്? അതേ സഹോദരന്മാരെ, ഉമ്മത്ത് മുഹമ്മദിന്റെ വിവരം എന്താണെന്ന് അന്വേഷിക്കാനാ. ജിബ്രീൽ ആ ഉമ്മത്ത് മുഹമ്മദിന്റെ ആ ദുഷിച്ച അവസ്ഥ, അവരഅദാബിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറയുന്നു, അവരെ ശരീരമാകെ കരിഞ്ഞു പോയിട്ടുണ്ട് ജിബ്രീലേ, അവരെ മാംസം അവർ തന്നെ തിന്നുന്നുണ്ട് ജിബ്രീലേ. പക്ഷേ അവരെ മുഖം കരിഞ്ഞിട്ടില്ല സുജൂദ് ചെയ്തത് കൊണ്ട്, അവരെ ഖൽബ് നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് കരിഞ്ഞിട്ടില്ല. അവിടെ ഈമാൻ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. എന്നാലോ അവർ ജീവിതത്തിൽ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവർ ശിക്ഷ അനുഭവിച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ജിബ്രീൽ പറയുന്നു, എങ്കിൽ ഇർഫഇ ത്വബഖ അൻഹും, ആ മൂടിയൊന്ന് പൊന്തിക്കാൻ പറയുന്നു, നരകം മൂടപ്പെട്ട. അങ്ങനെ ജിബ്രീൽ അങ്ങോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നരകാവകാശികൾ സുമുഖനായ സുന്ദരനായ രൂപത്തിൽ ജിബ്രീലിനെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇത് അദാബിൻ്റെ മലക്കുകളല്ല, അദാബിൻ്റെ മലായികത്തിൻ്റെ രൂപമല്ല. ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് വഹയി കൊടുക്കുന്ന മലക്കാണെന്ന മറുപടി കിട്ടുമ്പോൾ, മുഹമ്മദ് നബി എന്ന പേരങ്ങോട്ട് കേൾക്കുമ്പോൾ ഒന്നായിട്ട് അട്ടാസിച്ചിട്ട് അവർ വിളിച്ചു പറയും പോലെ, യാ ജിബ്രീൽ അഖ്രിഇ യാ ജിബ്രീൽ, ജിബ്രീൽ എന്നവരെ മുഹമ്മദ് നബിയോട് ഖുൽ മിന്നസ്സലാം, ഞങ്ങളെ സലാമൊന്ന് പറയണം. അഖ്ബിറുഹു അന്ന മആസിയനാ ഫറഖത് ബൈനനാ വ ബൈനക, തങ്ങളെ അങ്ങയുടെയും ഞങ്ങളുടെയും ഇടയിൽ ഞങ്ങളെ ദോഷങ്ങൾ ഞങ്ങളെ അകറ്റിക്കളഞ്ഞു. അഖ്ബിറുഹു ബിസൂഇ ഹാലിനാ, ഞങ്ങളുടെ മോശപ്പെട്ട അവസ്ഥ, ഞങ്ങളെ അദാബിൻ്റെ അവസ്ഥ ഒന്ന് പറയണം. ജിബ്രീൽ ചെല്ലുന്നു, മുത്തുനബിയുടെ അരികിൽ ചെല്ലുന്നു, വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങളതാ കരഞ്ഞിട്ട് അർശിൻ്റെ താഴെ വീഴുന്നു. അല്ലാഹുവിനോട് പറയുന്നു, പടച്ചോനെ, ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹനെ സ്തുതിക്കുന്നു, സ്തുതികളർപ്പിക്കുന്നു, ഹംദ് ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. കരഞ്ഞിട്ട് പടച്ചോനോട് എൻ്റെയും നിൻ്റെയും കാര്യം പറയുന്നു. ആ സമയത്ത് തങ്ങളെ അങ്ങ് തലപൊക്കുക, ചോദിച്ചോളൂ തുഴ്ത്താ, നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ ശഫാഅത്ത് ചെയ്തോളൂ, നിങ്ങളെ ശഫാഅത്ത് സ്വീകരിക്കാം. മുത്തുനബി അപ്പ പറയുന്നത്, പടച്ചോനെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട മോശപ്പെട്ട ആളുകൾ നരകത്തിൽ കിടന്ന് ഇടങ്ങേറാകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹ്, നീ അവരെ രക്ഷപ്പെടുത്താനുള്ള അധികാരം എനിക്ക് തരണം. തന്നു നബിയെ, നിങ്ങൾക്ക് തന്നു. മുത്തുനബിയോട് നരകത്തിന്റെ അരികിലേക്ക് പോവാൻ പറയുന്നു. ഫാഖിരിജി മിൻഹാ, പുറപ്പെടിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. നബി തങ്ങൾ പോകുന്നതാ. മാലിക് അലൈഹിസ്സലാം നബി തങ്ങളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നു, വലിയ സ്വീകരണം സ്വീകരിക്കുന്നു. യാ മാലിക്, ഹാലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താ? അവിടുന്ന് അവസ്ഥകളൊക്കെ അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു. മഹാനായ നബി തങ്ങൾ പറയുന്നു, ഇഫ്തഹിൽ ബാബ വർഫഇ ത്വബഖ, ആ മൂടിയൊന്ന് പൊക്കൂ. നരകാവകാശികൾ നബി തങ്ങളെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്നായിട്ട് വിളിച്ചു പറയുന്നു, യാ മുഹമ്മദ്, അഹ്റഖത്തിന്നാറു ജുലൂദനാ വഅഹ്റഖത് അക്ബാദനാ, ഞങ്ങളെ കരളും ഞങ്ങളെ ശരീരവും ഞങ്ങളെ തൊലിയും കരിഞ്ഞു പോകുന്നു നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല. ഫയുഖ്രിജുഹും, മുത്തുനബിയുടെ ശഫാഅത്ത് കൊണ്ടവരെ പുറപ്പെടുവിച്ചു. ഖദ് സാറു ഫഹ്മാ, കരിക്കട്ട പോലെ പുറത്തേക്ക് എടുക്കുന്നു. ഫയന്തലിഖു ബിഹിം ഇലാ നഹ്രിൻ ബിബാബിൽ ജന്ന, സ്വർഗ്ഗ കവാടത്തിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു പുഴയിൽ കൊണ്ടുപോയി അവരെ കുളിപ്പിക്കുകയാണ്. എന്താണ് ആ പുഴയുടെ പേര്? നഹ്റുൽ ഹയവാൻ, ജീവൻ നൽകുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ കുളിച്ചാൽ പുതുജീവൻ കിട്ടുന്നു. അങ്ങനെ ഫയഗ്തസിലൂന മിൻഹു, അതിൽ നിന്ന് അവർ കുളിക്കുന്നു. ഫയഖ്റുജൂന മിൻഹു, അങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്നു. ശാബ മുർദ, താടിമുടിയില്ലാത്ത യുവാക്കളെ പോലെ യുവതികളെ പോലെ ചുറുചുറുക്കുള്ള രൂപത്തിൽ അവർ പുറത്തു വരുന്നു. വകഅന്ന വുജൂഹ
വുജൂഹഹും മിസ്ലുൽ ഖമർ, ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു അവരെ മുഖം. ഓ എൻ്റെ ഉമ്മമാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നരകത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞു നിർത്തട്ടെ. ഈ ഭയാനകമായ നരകം, ഈ അദാബിന്റെ വീട്, ഈ ഭീകരതയുടെ വീട്, ഈ കടുപ്പമേറിയ നരക വീട് കാണാനിട വന്നപ്പോ നരകത്തിന്റെ മുഖ്യഭാഗവും പെണ്ണുങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ നരകം കാണാനിട വന്നപ്പോ അതിന്റെ മൂലയിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണതാ അവളുടെ തലമുടിയാകെ ചിക്കിപ്പരത്തി അവളുടെ തലമുടി പിടിച്ച് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നരകമാണല്ലോ ഇതുവരെ കേട്ടത്. ഇനി ആരാണ് ആ നരകത്തിൽ കഴിയുന്നവരൊന്ന് കേട്ടോ. അള്ളാന്റെ ഹബീബ് പറയുന്നത് കണ്ടോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് ബീബി ഫാത്തിമയോട് കൂടെ മുത്തുനബിയുടെ അരികിൽ ചെന്നു. അതാ വാതിലടഞ്ഞ് കിടന്ന് അല്ലാഹുവിന്റെ ഹബീബ് കരയുകയാണ്. ബീബി ഫാത്തിമയും അലിയാരും പുറത്തു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ കടക്കാൻ അനുമതി കൊടുത്തു. ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ വിഷമിച്ച് കരയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ കാര്യം തിരക്കി നബിയേ, എന്താണ് അങ്ങേ വിഷമിപ്പിച്ച കാര്യം? ബീവി ഫാത്തിമയോട് പറയുന്നു, ഞാൻ നരകം കാണാനിടയായി മോളെ. അതിലെന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ സ്ത്രീകളെ കാണാനിടയായി മോളെ. അതിലൊരു പെണ്ണിനെ ഞാൻ കണ്ടു മോളെ. അവളെ തലമുടിയാകെ പിടിച്ച് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവളെ തലച്ചോറ് പതച്ചിറങ്ങുന്നു. അവളെ തലയിൽ നിന്ന്. എന്നിട്ട് ആ പെണ്ണ് വല്ലാത്ത അദാബ് സഹിച്ച് ചാടിക്കളിക്കുകയാണ് മോളെ. ആ പെണ്ണ് എന്നെ കണ്ടപ്പോ വിളിച്ച് കരഞ്ഞു, യാ റസൂലല്ലാഹ് അൽ അമാൻ അൽ അമാൻ, രക്ഷയുടെ നായകരായ നബിയേ, ഒന്ന് രക്ഷപ്പെടുത്തണേ, ഒന്ന് രക്ഷപ്പെടുത്തണേ. എനിക്ക് രക്ഷപ്പെടുത്തണമെന്ന് തോന്നി. പക്ഷേ എന്നോടൊപ്പമുള്ള എൻ്റെ ഗൈഡ് ജിബ്രീൽ അനുമതി തന്നില്ല. ഞാൻ അപ്പുറത്തേക്ക് പോയി. ജിബ്രീലിനോട് പിന്നീട് കുറേ സ്ത്രീകളെ ഞാൻ കണ്ട്. കുറേ സ്ത്രീകളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആരൊക്കെയാണ് ഈ സ്ത്രീകൾ? അതിൽ അല്ലാഹുവിൻ്റെ ഹബീബിനോട് ജിബ്രീൽ വിശദീകരിച്ചു കൊടുത്തു. ആരാണ് നബിയേ? തലമുടി ബന്ധിപ്പിച്ച് അവളെ തലച്ചോറ് പതച്ചിറങ്ങി ആ പെണ്ണ് നരകത്തിൽ കിടന്ന് ചാടിക്കളിച്ചടങ്ങേറാകുന്നു, അട്ടഹസിച്ച് കരയുന്നു. ആരാണ് നബിയേ? അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട തലമുടി മറക്കാത്ത സഹോദരിമാരാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പെങ്ങന്മാരെ, തലമുടി മറക്കാതിരിക്കൽ ഫാഷനായി സ്വീകരിച്ചിട്ടില്ലേ? നാളെ പടച്ചവന്റെ കോർട്ടിൽ അല്ലാഹു തയ്യാറാക്കപ്പെട്ട അദാബ് ജഹന്നമിന്റെ രൂപം കണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കണ്ട സ്ത്രീകളിൽ മറ്റൊരു സ്ത്രീ, അവൾക്കുള്ള മുല രണ്ടും പിടിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവളെ കഴുത്തിലേക്ക് ഉരുകി ഒലിക്കുന്ന ഡാറിങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകത്തീയേറ്റുകൊണ്ട് ഉരുകിയ ഡാറ് അവളുടെ ചങ്കിലേക്ക് ഒഴിക്കപ്പെടുന്നു. പിന്നഹാ, ആരാണ് ഈ പെണ്ണ്? ആ പെണ്ണും എന്നെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. അവളെ രണ്ട് മുലയും പിടിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ചങ്കിലേക്ക് ഉരുകി ഒലിക്കുന്ന ഡാറ് ഒഴിച്ചു കൊടുക്കുന്നു. ജിബ്രീൽ പിന്നീട് അത് വിശദീകരിച്ചു കൊടുത്തത്, കാനത്ത് തുർദിയു ഔലാദൻ നാസി ബിഗൈരി ഇദ്നി സൗജിഹാ, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അന്യ പുരുഷന്മാരുടെ അന്യ ആളുകളുടെ കുട്ടികൾക്ക് മുല കൊടുത്തിരുന്ന പെണ്ണാണ്.
ഭർത്താവിൻ്റെ തൃപ്തിയെങ്കിലും ഭാവിക്കാതെ നീ ഏതെങ്കിലും കുട്ടികൾക്ക് മുല കൊടുക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ അനുമതി വാങ്ങണം, അല്ലെങ്കിൽ തൃപ്തിയെങ്കിലും പ്രതീക്ഷിക്കണം. എൻ്റെ ഭർത്താവ് അത് തൃപ്തിപ്പെടൂല എന്ന് കണ്ടാൽ അത് കൊടുക്കാൻ പാടില്ല. ആ പെണ്ണിൻ്റെ അവസ്ഥയാണ് മുത്തുനബി പറഞ്ഞത്. സമയം വഴുകിയത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അമ്മല്ലത്തി തഅ്കുലു ലഹമ ജസദിഹാ, മറ്റൊരു പെണ്ണ്. ആ പെണ്ണ് അവളെ ശരീരത്തിൻ്റെ മാംസം അവൾ തന്നെ ഭക്ഷിക്കുകയാണ്. വന്നാർ തൂഖദു മിൻ തഹ്തിഹാ, അവളെ താഴ്ഭാഗം തീ കത്തിക്കപ്പെടുന്നു. ശരീരത്തിൻ്റെ മാംസം അവൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കഷ്ണം കഷ്ണമായി മുറിച്ച് തിന്നുന്നു. ഈ പെണ്ണും എന്നെ കണ്ടപ്പോൾ യാ റസൂലല്ലാഹ് അൽ അമാൻ അൽ അമാൻ, രക്ഷപ്പെടുത്തൂ നബിയെ, വിളിച്ചു കരഞ്ഞു. ആ പെണ്ണ് ആരാണെന്നറിയോ? ഫഇന്നഹാ കാനത്ത് മുതസയ്യിനതൻ ലിഗൈരി സൗജിഹാ, ഭർത്താവല്ലാത്ത അന്യപുരുഷർക്ക് വേണ്ടി ഭംഗിയായി ചമഞ്ഞിറങ്ങി അങ്ങാടി കൈയടക്കിയ പെണ്ണാൻ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരേ, നോമ്പ് കയ്യാനായിട്ടില്ല, തുടക്കം കുറിച്ചിട്ടുള്ളൂ. പക്ഷേ അങ്ങാടിയിൽ പെണ്ണുങ്ങളെ തിരക്കാൻ ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം കാണുന്നു. നോമ്പ് തുറക്കാൻ ടെക്സ്റ്റൈൽസിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ നിസ്കാരമുറി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങാടി പെണ്ണ് കൈയടക്കി വച്ചില്ലേ? പുരുഷന്മാര് മാറി നിന്നു കൊടുത്തില്ലേ? എന്നിട്ടോ നമ്മുടെ പെണ്ണുങ്ങൾ ആഡംബര വസ്ത്രം ധരിച്ച് ശരീരത്തിൻ്റെ ഭംഗി പ്രദർശിപ്പിച്ച് ശരീരത്തിൽ ഏറ്റവും ഭംഗി കാണിച്ചു കൊടുക്കുന്ന മുഖം പുറത്താക്കി ശരീരത്തിലെ മുഴുമുഴുത്ത അവയവങ്ങളൊക്കെയും പുരുഷന്മാർ കണ്ട് ആസ്വദിക്കുന്ന രൂപത്തിൽ അത്തറ് പുരട്ടി സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പുരുഷന്റെ വികാരത്തെ ഇക്കിളിപ്പെടുത്തി പുറത്തേക്കിറങ്ങുന്ന പെണ്ണാരോ? നേരത്തെ ഞാൻ പരിചയപ്പെടുത്തി തന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കടന്ന് ഈ പെണ്ണ് ചെയ്യുന്നത് അവളെ ശരീരം ഭക്ഷിക്കുകയാണ്. അവളെ താഴ്ഭാഗത്ത് തീയിട്ട് കത്തിക്കപ്പെടുകയാണ്. മറ്റൊരു പെണ്ണിൻ്റെ 2 കാലും പിടിച്ച് പരടിയിലേക്ക് കെട്ടിയിട്ടുണ്ട്. അവളെ 2 കൈയും മൂർത്താവിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. പാമ്പുകളും തേളുകളും അവളെ ശരീരം ഭക്ഷിക്കുന്നു, അവളെ രക്തം കുടിക്കുന്നു. ആരാണ് ഈ പെണ്ണ്? ജിബ്രീലേ. ശരീരം വൃത്തികേടാക്കിയ, വസ്ത്രം വൃത്തികേടാക്കിയ, അവയവങ്ങളെ വൃത്തികേടാക്കിയ, ചെയ്യാൻ പറ്റാത്തത് ചെയ്ത, ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്ത, തോന്നിവാസം ചെയ്ത പെണ്ണാണ്. അമ്മല്ലത്തി, മറ്റൊരു പെണ്ണ്. ആ പെണ്ണിൻ്റെ 2 കാലും പിടിച്ച് ബന്ധിപ്പിച്ച് ഒരടുപ്പ് പോലത്തെ കുടി നരകത്തിലുണ്ട്, അതിൽ കടന്ന് ആ പെണ്ണ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഭർത്താവിനെ വെറുപ്പിച്ച പെണ്ണാണ്. അമ്മല്ലത്തി, ഒരു പെണ്ണ്. ആ പെണ്ണിൻ്റെ മുഖമാകെ കറുത്തു പോയിട്ടുണ്ട്. അവളുടെ തലച്ചോർ, അവളുടെ കുടലുകൾ അവൾ തന്നെ ഭക്ഷിക്കുകയാണ്. അവളെ കുടല് അവൾ തന്നെ ഇങ്ങനെ ഭക്ഷിക്കുന്നു. അതേ, ആ പെണ്ണിൻ്റെ മുഖം കറുത്തു പോയിട്ടുണ്ട്. ആരാണ് ആ പെണ്ണ്? 2 ആളുകളുടെ ഇടയിൽ ഹറാമിന് വേണ്ടി ദല്ലാൾ പളി നടത്തിയ പെണ്ണാൻ. കൂട്ടുകൊടുപ്പുകാരിയായ പെണ്ണാൻ. ബ്രോക്കർ പണിയെടുത്ത പെണ്ണാൻ. ഹറാമിന് സൈഡ് നിന്ന് കൊടുക്കുന്ന പെണ്ണാൻ. മറ്റൊരു പെണ്ണ് കറൗസിൽ ഖിൻസീർ, പന്നിയുടെ തല പോലെയാണ് ആ പെണ്ണിന്റെ തല. വബദനുഹാ, ആ പെണ്ണിന്റെ ശരീരം കബദനിൽ ഹിമാർ, കഴുതയുടെ ശരീരം പോലെ. വഅലൈഹാ അൽഫു ലൗനിൻ മിനൽ അദാബ്, ആയിരക്കണക്കിന് ശിക്ഷ ആ പെണ്ണ് അനുഭവിക്കുന്നു. ഫഇന്നഹാ കാനത്ത് കദ്ദാബാ, ഇന്നലെ ഞാൻ പറഞ്ഞ നാവിനെ സൂക്ഷിക്കാൻ കഴിയാത്ത കളവ് പറയുന്ന പെണ്ണാണ്. നമ്മാമാ, ഇരുതലയും കത്തിക്കുന്ന നമീമത്ത് കാരിയാണ്. അതുപോലെ തന്നെ അമ്മല്ലത്തി, മറ്റൊരു പെണ്ണ്. നായയുടെ കോലത്തിലാണ് ആ പെണ്ണിന്റെ രൂപം. വന്നാറു തൂഖദു മിൻ ഫമിഹാ,
തീയ വായിലൂടെ അങ്ങോട്ടകത്ത് കടന്ന് വതഖ്റുജു മിൻ ദുബരിഹാ പിൻദ്വാരത്തിലൂടെ പുറത്തു പോരുന്നു. വൽ മലായികത്തു യദ്രിബൂന അലാ റഅസിഹാ മലായികത്ത് അവളെ തലക്കടിക്കുന്നു. വബദനിഹാ അവളുടെ ശരീരത്തിലും അടിക്കുന്നു. ബിമഖാമി അമിന്നാർ തീയിന്റെ ദണ്ട് കൊണ്ടടിക്കുകയാണ്. ഫഇന്നഹാ കാനത് ഇംറഅ തൂഖിഉ ബൈനൽ ജീറാനി അദാവ അയൽവാസികളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്ന പെണ്ണാണ്. മറ്റൊരു പെണ്ണ് നരകത്തിന്റെ മധ്യത്തിലുണ്ട്. അവൾക്കുള്ള തലമുടിയാകെ ചിക്കിപ്പരത്തിയിട്ട് അവൾ ഒരു കൈ മൂർത്താവിൽ വെച്ച് മറുകൈ അവളെ ഗുഹ്യദ്വാരത്തിൽ വെച്ച് അവൾ ഇങ്ങനെ അട്ടഹസിച്ച് കരയുന്നു. എന്നെ കണ്ടപ്പോ രക്ഷപ്പെടുത്താൻ ആജ്ഞാപിച്ചു, പക്ഷേ ജിബ്രീലിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ജിബ്രീലേ ആരാണ്? ആ പെണ്ണ് ഉച്ചത്തിൽ സംസാരിക്കും, അവൾ അട്ടഹസിച്ച് സംസാരിക്കും, ആർത്തട്ടഹസിച്ച് കരയും. പുരുഷന്മാരന്റെ സംസാരം കേൾക്കുന്നല്ലോ, അതിലൊന്നും ഒരു വേജാറ് ആ പെണ്ണിനില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നരകത്തിന്റെ ഭീകരകഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരച്ചു തന്നു. നരകം എന്താണെന്ന് ചെറിയ അതിൻ്റെ ഒരു ചിത്രം വരച്ചു തന്നു. ആ നരകത്തിൽ കിടക്കുന്നവരാരാണെന്നും പറഞ്ഞു തന്നു. അധികവും സ്ത്രീകളാണെന്ന് പറഞ്ഞു തന്നു. ആ സ്ത്രീകളുടെ വിവിധങ്ങളായ ചിത്രങ്ങളും വരച്ചു തന്നു. ഇതിലേത് രൂപത്തിലാണ് ഞാൻ പെട്ടത്, ഏത് വിഭാഗത്തിലാണ് ഞാൻ പെട്ടത്? ഔറത്ത് മറക്കാത്തവരിൽ പെട്ടിട്ടുണ്ടോ? തലമുടി മറക്കാത്തവരിൽ പെട്ടിട്ടുണ്ടോ? അങ്ങാടിയിലേക്ക് ആവശ്യത്തിനല്ലാതെയും അനാവശ്യത്തിന് വേണ്ടി അന്യപുരുഷൻ കാണുന്ന രൂപത്തിൽ ഔറത്ത് മറക്കാതെ ജിൽബാബ് താഴ്ത്താതെ അതേ ശരീരം മറക്കാതെ പുരുഷന്റെ മുന്നിൽ ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് ഒറ്റക്ക് പോകലുണ്ടോ? കെട്ടുബന്ധം ഹറാമായ ആരും കൂടെയില്ലാതെ ആവശ്യത്തിന് ഒറ്റക്കൊറ്റക്ക് പോകലുണ്ടോ? പോകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള മുഖം അന്യപുരുഷൻ നോക്കാനുള്ള സാഹചര്യം ഞാൻ ചെയ്തു കൊടുക്കലുണ്ടോ? ഉമ്മമാരെ, അതിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ഒരൊറ്റ വസിയ്യത്ത് നൽകട്ടെ. ആരാണ് നരകത്തെ പേടിക്കുന്നവർ? അവരൊക്കെ ഒരു തീരുമാനം ഈ സദസ്സിൽ വെച്ച് തീരുമാനിക്കുക. ഇന്ന് മുതൽ ഞാൻ പുറത്തു പോകുമ്പോ എൻ്റെ മുഖത്തിന് മേലെ ഞാൻ ജിൽബാബ് തൂക്കിയിട്ടല്ലാതെ അങ്ങാടിയിലേക്ക് പോവൂല. പോവണ്ട ഏതെങ്കിലും ഘട്ടം അങ്ങാടിയിലൂടെ പാസ് ചെയ്യേണ്ടി വന്നാൽ പുരുഷന്മാർ കാണുന്ന ഒരവസ്ഥക്ക് പകരം ഞാൻ എൻ്റെ മുഖം മറക്കും. ഞാൻ പർദ്ദയുടെ കൂടെ ജിൽബാബും ധരിക്കും എന്ന് ഉറപ്പ് തരുന്നവരാരാ? അനാവശ്യത്തിന് പുറത്തേക്കിറങ്ങൂല, ഉറപ്പ് തരുന്നവരാരാ? ഇബാദത്ത് കൊണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറയുന്നവരാരാ? അവർക്ക് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്, നരകം അടക്കപ്പെടുകയാണ്. അല്ലെങ്കിലോ ഞാൻ പറഞ്ഞ ഭീകരമായ അദാബ് സഹിക്കാൻ തയ്യാറെടുക്കേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സഹോദരിമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. വന്നുപോയതൊക്കെ മാപ്പാക്കി കൊടുക്ക് റബ്ബേ. ആരൊക്കെയാണ് ഈ സദസ്സിലിനി ഔറത്ത് മറക്കാതെ മുഖം മറക്കാതെ പുറത്തേക്ക് പോകൂല എന്ന് തീരുമാനിച്ചതെങ്കിൽ അവരെ നീ ഏറ്റെടുക്ക് റബ്ബേ, നീ ഏറ്റെടുക്ക് റബ്ബേ. നിത്യേന ഖുർആൻ ഓതാൻ തീരുമാനിച്ചവരെ നീ ഏറ്റെടുക്ക് റബ്ബേ. ഗീബത്ത് നമീമത്ത് പറയാതെ എൻ്റെ ശരീരത്തെ കാക്കുമെന്ന് തീരുമാനിച്ചവരെ നീ ഏറ്റെടുക്ക് റബ്ബേ. സ്വർഗീയ വനിതകളുടെ ചരിത്രം പറയണമെന്ന് കരുതിയതാണ്, സമയമില്ലാത്തത് കൊണ്ട് അല്ലാ, ആ വനിതകളോടൊപ്പം നീ അവരെ സ്വർഗത്തിലാക്ക് റബ്ബേ. റമദാൻ അനുകൂലമാക്ക് റബ്ബേ. മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ ഖബർ വിശാലമാക്ക് റബ്ബേ. നിന്റെ മഖബൂലിങ്ങളിൽ പെടുത്തണം അല്ലാ, മത്റൂദിങ്ങളിൽ പെടുത്തല്ല അല്ലാ. റമദാൻ അനുകൂലമാക്ക് അല്ലാ. നീ ഞങ്ങളെ ദുആ സ്വീകരിക്ക് അല്ലാ. എല്ലാ ഉമ്മമാരോടും ഞാൻ പറഞ്ഞത്
ആസ്വദിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല, അനുസരിക്കുന്നത് കൊണ്ട് ഫലമുള്ളൂ. നിങ്ങൾ അനുസരിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഖലീൽ തങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് ആഖിറത്തിൽ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉമ്മമാർ പറഞ്ഞതുപോലെ ഔറത്ത് മറക്കാനും മുഖമൂടി ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാനും, ഇറങ്ങൽ നിർബന്ധമായ ഘട്ടത്തിൽ മാത്രം നിങ്ങളങ്ങനെ മുഖമൂടി ധരിച്ച് പുറത്തിറങ്ങുകയും ചെയ്യുക. ഞാൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് സാധുവായ മിസ്കീനായ എന്നെ, എൻ്റെ കുടുംബത്തെ, ഭാര്യ, മക്കളെ, ഉമ്മ ഉപ്പാനെ, സാധുമാരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.